ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗിക്കെതിരെ വലിയ ഭീഷണി ഉണ്ടായിരിക്കുന്നു. ഒരു ജിഹാദിയാണ് ഭീഷണിപ്പെടുത്തിയത്. തലവെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അവസാനം ഏതോ ഒരു കവി പറഞ്ഞതുപോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമലെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീണു എന്നാണ് ഞാൻ കേൾക്കുന്നത്. എന്താ കാര്യം? ആ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തമാശ തോന്നുന്നു. അയാൾ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് മാപ്പ് അപേക്ഷിക്കുകയാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട്. ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടി പോലീസ് സ്വീകരിച്ചിരുന്നു, ബറേലി പോലീസ്. അതിന് പിന്നാലെയാണ് ഈ സമൂഹ മാധ്യമങ്ങൾ ഇയാൾ തന്നെ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാലോ, കുംഭമേള നടക്കാൻ വേണ്ടി പോവാണ്. 13-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ലോകം തന്നെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു ഉത്സവമായിട്ടാണല്ലോ കുംഭമേള അറിയപ്പെടുന്നത്. അതായത് എത്രയോ വർഷങ്ങൾ, അതായത് 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുംഭമേള നടക്കുന്നത്. ഈ കുംഭമേള നടത്താൻ വേണ്ടിയിട്ട് താൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവിടെ ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിടും. യോഗിയുടെ അനുയായികളല്ല ആര് വന്നു കഴിഞ്ഞാലും ഞാൻ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്, കുംഭമേള നടത്താൻ അനുവദിക്കില്ല എന്നാണ് ഈ യുവാവ്, ഈ ജിഹാദി യുവാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. സുഡാപ്പിയോ ജിഹാദിയാണോ, സുഡാപ്പിയാണെന്ന് തോന്നുന്നു ഇയാള്. അപ്പൊ ഇയാളുടെ പേര് മജാൻ റാസ എന്നാണ്. അയാളുടെ വീഡിയോ ആണ് ഇപ്പൊ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ നേരത്തെയും ഈ യോഗി ആദിത്യനാഥിനെതിരെ അദ്ദേഹത്തിന്റെ തല വെട്ടിക്കളയും, യോഗിയെ എനിക്ക് പുല്ല് വിലയാണ്, യോഗി ആരാണ് യോഗി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെല്ലുവിളിക്കുന്നൊരു മനുഷ്യനാണ്. അയാൾക്ക് ഒടുവിൽ എന്താണ് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാൾക്ക് യോഗിയുടെ ഒരു, നമുക്കറിയാം ഉത്തർപ്രദേശിൽ യോഗിക്ക് കിട്ടുന്ന സമാനതകളില്ലാത്ത, ഉത്തർപ്രദേശിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും യോഗിക്ക് കിട്ടുന്ന ഒരു സമാനതകളില്ലാത്തൊരു ഒരു പിന്തുണയുണ്ട്. മോഡിയെ പോലും എന്താണ്, മോദിയുടെ മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പലരും പറയുന്നത് യോഗി എന്നാണ്. അതെ, മോദിയുടെ ഒരു പിന്തുണയെ മറികടന്നുകൊണ്ട് യോഗി ഉയർന്നു വരികയാണ്. ഇന്ത്യയുടെ ഒരു വലിയ പോരാളിയായിക്കൊണ്ട്, ഒരു വലിയ യോദ്ധാവായിക്കൊണ്ട് യോഗി ഉയർന്നു വരികയാണ്. ആ അന്തരീക്ഷത്തിൽ യോഗിക്കെതിരെ ടാർഗറ്റ് ചെയ്യുക, യോഗിക്കെതിരെ വധഭീഷണി മുഴക്കുക, യോഗിയെ കൊല്ലും എന്നൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അത്തരത്തിലൊരു കൃമിയായിട്ടാണ് ഈ മജാൻ റാസയെ പല ആളുകളും ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ആ കൃമി തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുന്ന വളരെ എന്താ പറയുക ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദു പുരാണത്തിലും അതോടൊപ്പം തന്നെ ഹിന്ദു പുരാണമായ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, അതായത് ഈ പറയുന്ന ഇയാൾ വീഡിയോയിൽ വരുമ്പോൾ ഈ വല്ലാതെ ഒരു ശരീരത്തിനൊക്കെ എന്തോ പറ്റിയ പോലുള്ള ഒരു വരവാണല്ലോ. നല്ല ഇടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബറേലി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ എവിടെയൊക്കെയോ നല്ല ചാമ്പ് കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോയിൽ നിന്നല്ലേ. ഇങ്ങനെ മുടന്തിയാണ് ഇയാള് നടന്നു വരുന്നത്. നമുക്കറിയാലോ, ഈ ഹിന്ദു പുരാണമായിട്ടുള്ള ഈ വിഷ്ണു പുരാണം, അതുപോലെ തന്നെ ഈ ഭാഗവത പുരാണത്തിലൊക്കെ ഈ കുംഭമേളയെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഉത്സവമാണെന്നാണ് ഈ കുംഭമേളയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ശക്തിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യയുടെ ശക്തിയാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് മുമ്പിൽ തന്നെ വലിയൊരു ശക്തിയായിട്ട്, ഒരു കരുത്തായിട്ട് ഇന്ത്യ ഉയർന്ന് പന്തലിച്ച് വരികയാണ് ചെയ്യുന്നത്. അത്തരം ഒരു സാഹചര്യങ്ങളിൽ കുംഭമേള നടത്താൻ വേണ്ടി പറ്റില്ല, ഞങ്ങൾ ആക്രമണം നടത്തുന്നൊക്കെ പറയുന്ന ചില വെല്ലുവിളികളെയൊക്കെ എന്താ പറയുക, വെറും എന്താ ഇതിന് വിശേഷിപ്പിക്കുക, വെറും ഇതായിട്ടാണ് ആളുകൾ കാണുന്നത്. പുല്ലുവിലയാണ് ആളുകൾ കൽപ്പിക്കുന്നത്. പക്ഷെ യോഗി സർക്കാർ ഇദ്ദേഹത്തിന്റെ മാപ്പ് പറച്ചിൽ കണ്ടിട്ട് യോഗി അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു എന്നാണ്. യോഗി ഇദ്ദേഹത്തിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇദ്ദേഹത്തിന് എതിരെയുള്ള നടപടികളൊക്കെ പിൻവലിച്ചു കളഞ്ഞു എന്നാണ് പറയാൻ വേണ്ടി. അതും ഒരു വലിയ പാഠമല്ലേ? അതായത് നമ്മൾ തെറ്റ് ചെയ്താൽ, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പശ്ചാത്തപിച്ചാൽ നമ്മളത് എന്താണ്, ക്ഷമിക്കാവുന്ന കുറ്റമാണെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള വലിയൊരു പാഠം കൂടെ. അത് ശരിയാണ്. കാരണം നേരത്തെ മോദി തന്നെ അത് പറയുകയാണ് ചെയ്തല്ലോ, തെറ്റുകൾ മനുഷ്യന് സംഭവിക്കാം, എനിക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, മനുഷ്യനാണല്ലോ എന്നാണ് നേരത്തെ മോദി ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ മോദി പറഞ്ഞത്. അപ്പൊ അത് തന്നെ ഇവിടെ അയാള് തെറ്റ് സമ്മതിച്ചതിന് പിന്നാലെ, കരഞ്ഞു പറഞ്ഞതിന് പിന്നാലെ അയാൾക്കെതിരെയുള്ള നടപടികളും പിൻവലിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കുംഭമേളയിൽ പോയിട്ടുണ്ടോ ഭർത്തൻ?
അല്ല, ഈ കുംഭമേളയെ ബന്ധപ്പെട്ട് ഞാൻ ഒരു തവണ കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്. കുംഭമേളയെ ബന്ധപ്പെട്ട് പക്ഷേ നല്ല തണുപ്പായിരുന്നു കുംഭമേള ആ സമയത്ത്. അപ്പോൾ കുംഭമേള സമയത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എനിക്ക് അധികം അവിടെ നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം അതിനോടനുബന്ധിച്ച് ഞാൻ പ്രതീക്ഷിച്ചതിലേക്കപ്പുറത്തേക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അവിടെ പോകാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷേ അതിൻ്റെ വലിയ ആ ഒരു എന്താ പറയുക, അതങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ കാശി, പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ് കാശിയുടെയും അതിലൂടെ ഇങ്ങനെ തിരിച്ച് പിന്നെ നമ്മുടെ താജ്മഹലൊക്കെ കണ്ട് മടങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോഴും വലിയ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത, എനിക്ക് തോന്നുന്നു അന്ന് BJP ഗവൺമെൻറ് അല്ല, സമാജ്വാദി പാർട്ടിയുടെ ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്, UP ഭരിക്കുന്നത്. ആ സമയത്ത് പോലും സമാജ്വാദി പാർട്ടിയുടെ ഗവൺമെൻറ് പോലും എത്രത്തോളം പ്രാധാന്യം ഇതിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ആർക്ക് വരുന്നത്, ഗവൺമെന്റിന് വരുന്നത്. 10,000 കോടി രൂപയോളം ചെലവാക്കിയിട്ടാണ്. പക്ഷെ അത് കിട്ടുന്നത് 10-30,000 കോടി തിരിച്ച് കിട്ടുന്നുണ്ട് സർക്കാരിന്. അപ്പം ഈ വർഷത്തെ കുംഭമേള എന്ന് പറയുന്നത് ഏറ്റവും, നമ്മൾ ഇവിടെ തന്നെ സ്വാമി ആനന്ദവനവുമായിട്ട് നമ്മളൊരു ടോക്ക് നടത്തിയിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എത്രയോ അധികം സൗകര്യങ്ങൾ ഈ പ്രാവശ്യം അവിടെ ഉണ്ട്, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും. ഏകദേശം 12 കിലോമീറ്ററോളം അതെ, ടെന്റുകളും സ്നാനഘട്ടങ്ങളൊക്കെ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. 1000 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇത് മൊത്തമായിട്ട് നടക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ഒരു ജില്ലയായിട്ട് തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു. അവിടെ കലക്ടറെ ഏർപ്പെടുത്തി, അതിന് വേണ്ട എല്ലാ സൗകര്യവും കൊടുത്തു. ഇന്ത്യൻ റെയിൽവേ പ്രത്യേക കോച്ച് റെസ്റ്റോറൻറ്റുകൾ ആരംഭിച്ചു. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ സംസ്ഥാനത്തേക്കും യോഗി സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് പിന്നെ ആളുകളെ, പ്രതിനിധികളെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളം മാത്രമാണ് അതിനോട് പ്രതികരിക്കാതിരുന്നത്. കേരളത്തിന് ഇത് ഭയങ്കര അലർജിയാണ്. ബാക്കിയെല്ലാം തമിഴ്നാട് പോലും അവിടെ കുംഭമേളയ്ക്ക് പോകുന്ന ഭക്തർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ കേരളം മാത്രം ഒരു സൗകര്യം ഏർപ്പെടുത്തുന്നില്ല, ഒന്നും ഏർപ്പെടുത്തുന്നില്ല. കേരളത്തിൻ്റെ ഗവൺമെൻറ് ഒന്നും ഏർപ്പെടുന്നില്ല. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു എന്നൊക്കെ പറയും. ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ ഗവൺമെൻറ് തന്നെ നേരിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകാത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ കൈലാസ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. ഇതൊക്കെ ഒരു ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഈ കുംഭമേള ഇന്നും ഇന്നലെ അല്ല, എത്രയോ നൂറ്റാണ്ടുകളായി. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ നഗരം, സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത് കാശിയാണ്, വാരാണസിയാണ്. അപ്പൊ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ കുംഭമേള നടക്കുന്നുണ്ട്. ഈ ലോകസഞ്ചാരിയായിട്ടുള്ള ഒരു ചൈനക്കാരനുണ്ട്, അയാൾ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഹുയാൻ സാങ് എന്നാണ് അയാളുടെ പേര്. ഇയാളാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ കുംഭമേളയുടെ ഒരു ചരിത്രത്തെ പറ്റിയിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് 602-664 AD കേട്ടോ ഈ സംഭവം. അപ്പോൾ അത്രയും പഴക്കമുള്ള ഉത്സവങ്ങളുടെ ഒരു ഉത്സവം എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വലിയൊരു മഹാ ഉത്സവമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. ഈ ഗരുഡൻ്റെ കുംഭമുണ്ടല്ലോ, ഈ കുംഭത്തിൽ നിന്ന് അമൃത് തുളുമ്പിപ്പോയി ഈ സ്ഥലങ്ങളിലേക്കൊക്കെ, ഈ പറയുന്ന പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്. അപ്പോൾ അതാണ് വിശ്വാസം. അവിടത്തേക്കൊക്കെ ഈ തുളുമ്പിപ്പോയി, അവിടെ നിന്നാണ് ഈ കുംഭമേള ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചരിത്രപരമായിട്ട് ഉള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, അതായത് പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടത്തേക്കായിട്ട് ആളുകൾ വരുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ നേരിടാൻ പോകുന്നൊരു വെല്ലുവിളിയുണ്ട്. എന്താണ് ആ വെല്ലുവിളി എന്ന് പറയുന്നത്, ഇപ്പം അത്രമേൽ ആളുകളായിരിക്കും അവിടെ. ഈ കുംഭമേള മഹാകുംഭമാണ് നടക്കാൻ പോകുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് മഹാകുംഭം നടക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും ആത്മീയപരമായിട്ട് ഇന്ത്യ കാണുന്ന, ലോകം കാണുന്ന, ലോകത്തെ ഹിന്ദു സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ പറയുന്ന റിലീജിയസ് ആയിട്ട് അല്ലാതെ നോൺ റിലീജിയസ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളെല്ലാം കാണുന്ന, ഈ സിഖ് മതവിശ്വാസികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു സംഭവമാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കുംഭമേളയ്ക്കകത്ത് അവിടെ ആ പ്രദേശം മൊത്തം ആളുകളായിരിക്കും. നമ്മളത് പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്. അതായത് എന്നോട് സ്വാമി ആനന്ദവനം പറഞ്ഞത്, ഈ തൃശ്ശൂർ പൂരം ഉണ്ടല്ലോ, തൃശ്ശൂർ പൂരത്തിന് എത്രത്തോളം ജനം ഉണ്ടാവും നമുക്കറിയാമല്ലോ. അവിടെ ശ്വാസം കിട്ടാൻ ആൾക്കാരുണ്ടാവും, നമുക്ക് പറ്റില്ല. ആ ഒരു സമയമാണ് തൃശ്ശൂർ ടൗണും ആ പ്രദേശങ്ങളും പരിസരപ്രദേശം തീർത്ത് ഭയങ്കര ബ്ലോക്കായിരിക്കും. അങ്ങനത്തെ ഒരു 10-40 തൃശ്ശൂർ പൂരങ്ങൾ ചെയ്യുന്നതാണ് മഹാകുംഭമേള
ഒരു ഉദാഹരണമാണത്. അതിലും അപ്പുറത്തേക്ക് പോകും. അല്ല അപ്പൊ ആലോചിച്ചു അപ്പൊ ആലോചിക്കാമല്ലോ എത്രത്തോളം ആളുകളുണ്ട്. അത്രയും ആളുകൾ വരും. അത്രയും ആളുകൾ വരും. അപ്പൊ അത്രയും ആളുകൾ വരുമ്പോൾ ഇവിടെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്യണം. അതാണ്, അത്രയും ആളുകൾ വരുമ്പോൾ ഇവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം സർക്കാർ ഒരുപാട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഗസ്റ്റ് ഹൗസുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ച്, അഖാഡകൾ കേന്ദ്രീകരിച്ച് അവർക്ക് എന്തുണ്ട്, ടെന്റുകൾ, താൽക്കാലിക സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശ്രമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെന്റുകൾക്ക് നിസ്സാര വിലയല്ല. അല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് VHPയും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും ആശ്രമങ്ങളൊക്കെ കൊടുക്കുന്ന ടെന്റുകൾക്ക് സൗജന്യമായോ ചെറിയ പൈസയ്ക്ക് അവിടെ കൊടുക്കും. എങ്ങനെ? അത് ഈ ആശ്രമത്തിന്റെ ഭാഗമായി വരുന്ന സാധകർക്കും സന്യാസിമാർക്കുമാണ്. അല്ലാതെയുള്ള ആളുകൾക്ക് അവിടെ ഈ ഡോർമെട്രിക്ക് പോലും, ഞാൻ മനസ്സിലാക്കുന്നത് ഡോർമെട്രിക്ക് പോലും 10,000 രൂപയ്ക്ക് അടുത്ത റേറ്റ് വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകൾക്ക് പോലും ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. 5,000, 10,000, 10,000 ഒക്കെയാണ്. പ്രൈവറ്റ് റൂംസിനാണെങ്കിൽ 22,000, 1 ലക്ഷം, 2 ലക്ഷം വരെ നീളുന്ന റേറ്റുകളുണ്ട്. അപ്പം മാത്രമല്ല ഇപ്രാവശ്യം അവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് പോലെ, കേരളത്തിൻ്റെ ഒരു എന്താണ് പ്രാതിനിധ്യം എന്നൊക്കെ പറയുന്ന പോലെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഗവൺമെൻറ് കേരളത്തിന് വേണ്ടി കൂടി ഒരു പ്ലോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ കേരള സർക്കാരൊന്നും അല്ല ചെയ്യുന്നത്. ഈ ഒരു അഖാഡയുടെ നേതൃത്വത്തിൽ, ഈ പറയുന്ന സ്വാമി ആനന്ദവനത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ചില സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരിമിതമാണ്. എത്ര തന്നെ പറഞ്ഞാൽ ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് അവിടെ കൊള്ളുക എന്നുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രെയിന് പോലും പോകാൻ പറ്റാത്ത വിധത്തിലേക്ക് ബ്ലോക്ക് ആയിരിക്കും. ഈ അവിടെ എത്തുന്നവർക്ക് ഇത്രയും വലിയ ഈ റൂമുകൾക്കൊക്കെ ഇത്രയും വലിയ വില വരുമ്പോൾ അവർക്ക് താങ്ങാൻ വേണ്ടി പറ്റാത്ത വിലയാണ്. അങ്ങനെ കുറച്ച് ദിവസം അവിടെ സന്ദർശിക്കണമെന്ന് താല്പര്യമുള്ളവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, ഈ പൈസ ഒന്നും താങ്ങാൻ പറ്റാത്തവർ ചെയ്യേണ്ടത്, ഈ കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വാരാണസിയിലേക്ക് വന്ദേ ഭാരതത്തിന്റെ ട്രെയിനൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ട്രെയിനിന് വാരാണസിയിലേക്ക് പോവുകയും വാരാണസിയിൽ ഒരു റൂം എടുക്കുക. വാരാണസിയിൽ വളരെ ചീപ്പ് റേറ്റിന് റൂം കിട്ടും. ഈ വാരാണസി പോയിട്ട് റൂം എടുത്തിട്ട് അവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് ഈ കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് എത്താനുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റൂം എടുത്തിട്ട് ഇവിടത്തേക്ക് സന്ദർശനം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ പോകണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അങ്ങനെ റൂം എടുത്ത് താമസിക്കും. അവിടെ കുറച്ച് തിരക്ക് കുറവായിരിക്കും. അപ്പോൾ അത്ര വലിയൊരു പ്രയോറിറ്റി കൊടുത്ത് നടത്തുന്ന ഒരു സംഗതിയെയാണ് ഈ പറയുന്ന എന്താണ് മജാൻ റാസയെ പോലുള്ള ചില സുഡാപ്പികൾ വേർന്നുകൊണ്ട് വെല്ലുവിളിക്കുകയും യോഗിയുടെ തലവെട്ടു എന്നൊക്കെ പറയുന്നത്. അതോടെ മതിയായി. ഈ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തോ ഏതൊരു സംഘടന വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വഖഫിന്റെ ഭൂമിയാണ്, വഖഫ് ഭൂമിയാണ്, ഇവിടെ ആരും പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനൊന്നും തലയ്ക്ക് വെളിവില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്തായാലും യോഗി അവിടെ ഭരിക്കുന്നതിൻ്റെ ഗുണം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആ സമയത്തും ഞാഞ്ഞൂലുകൾ തല വെക്കുന്നുണ്ട്. പക്ഷെ തല അതേപോലെ തന്നെ അങ്ങ് എന്താണ് ഈ പറയുന്നത് പോലെ മണ്ണിനടിയിൽ താഴുന്നുമുണ്ട് എന്നുള്ളതാണ്.